കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് എല്ലാം ഉപയോഗിച്ച ചിഹ്നമാണ് ഫുട്ബോൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ ബ്ലോക്കായിട്ട് ഇരിക്കുന്നത്. ഞങ്ങൾ നിയമസഭാ പ്രാതിനിധ്യം ഉൾപ്പെടെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പം അന്നൊന്നുമില്ലാത്ത ഒരു വിഷയം ഇന്ന് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു വിഷയമില്ലായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഈ ഒരു വിഷയമില്ലായിരുന്നു. പല സ്ഥലത്തും ഞങ്ങൾ മത്സരിക്കാത്ത സ്ഥലത്ത് ഫുട്ബോൾ ചിഹ്നം കൊടുത്തിട്ട് ഞങ്ങൾ കൺസെന്റ് കൊടുത്തതിന് ശേഷമാണ് അവർക്കത് കിട്ടിയത്. RMB ചിഹ്നമാണ് എന്നാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിടത്ത് ഇപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയെന്ന് വന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും അതിന്റെ ഒരു വിഷയം ജനാധിപത്യപരമായി ഞങ്ങളെ കൂടി കേൾക്കേണ്ടി വരും. അത് കേൾക്കാനും തയ്യാറായിട്ടില്ല. ഏകപക്ഷീയമായി ഞാൻ നിരസിച്ചിരിക്കുകയാണ്. ഏതായാലും അതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. ഇപ്പൊ ടെലിവിഷൻ ചിഹ്നമാണ് അനുവദിച്ചത്. ആ ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ടെലിവിഷൻ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ടെലിവിഷൻ ചിഹ്നം ഞങ്ങൾക്കൊരു ഭാഗ്യം കൂടിയായിട്ട് ഞാനിപ്പോ കഴിഞ്ഞ പാർലമെന്റ് 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് TP ചന്ദ്രശേഖർ മത്സരിക്കുന്നു. ആ മത്സരത്തിൽ ചന്ദ്രശേഖരന്റെ ചിഹ്നം ടെലിവിഷൻ ആയിരുന്നു. ആ ഒരു അർത്ഥത്തിൽ ടെലിവിഷനോട് വൈകാരികമായിട്ടൊരു ബന്ധം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ചന്ദ്രശേഖരൻ മത്സരിച്ച ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കുന്നു എന്ന ഒരു സന്തോഷവും ആ ഒരു സംതൃപ്തിയും ഈ അവസരത്തിൽ ഉണ്ട്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.